നമസ്കാരം. ശ്രീകലാ ഗണേഷ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. സർവം കൃഷ്ണാർപ്പണം. ഞാനിന്ന് പറയാൻ പോകുന്നത് ഭദ്രാംശം, ഹരി, കേതുമാലം, രമ്യകം, ഹിരൺമയം, ഉത്തരഗുരു എന്നീ ഖണ്ഡങ്ങളെക്കുറിച്ചുള്ള വിവരണമാണ്. ഭദ്രാംശ വർഷത്തിൽ ഭദ്രശവസ്സുകൾ ഭഗവാനെ ഹയഗ്രീവമൂർത്തിയായി ആരാധിച്ച് ഇപ്രകാരം സ്തുതിക്കുന്നു. ഹേ ധർമ്മസ്വരൂപ, അവിടുത്തെ ലീല വിചിത്രം തന്നെ. മരണത്തെ കൺമുമ്പിൽ കണ്ടിട്ടും അതിൽ നിന്നും മോചനം നേടാൻ ജനങ്ങൾ ആഗ്രഹിക്കുന്നില്ല. മരിച്ച പുത്രനെ ദഹിപ്പിച്ചിട്ട് പിതാവും പിതാവിനെ ദഹിപ്പിച്ചിട്ട് പുത്രനും ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. ജീവിതത്തിന്റെ ലക്ഷ്യം ധർമാനുഷ്ഠാനമാണെന്നറിയാതെ ജനങ്ങൾ വിഷയലാലസരായി കഴിയുന്നു. മൂഢന്മാർ മാത്രമല്ല, പണ്ഡിതന്മാർ പോലും വിശ്വം നശ്വരമാണെന്ന് പറയുന്നുവെങ്കിലും വിഷയങ്ങളുടെ പിന്നാലെ പരക്കം പായുകയാണ്. നിന്തിരുവടിയുടെ പാദസേവകന്മാർ മാത്രമേ വിരക്തരായിട്ട് ജന്മസാഫല്യം നേടുന്നുള്ളൂ. ഹരിവർഷത്തിൽ ഭഗവാനെ പരമഭാഗവതനായ പ്രഹ്ലാദൻ നരസിംഹമൂർത്തിയായി ആരാധിക്കുകയും തൻ്റെ പരിവാരങ്ങളോട് ഇപ്രകാരം ഭജിക്കാൻ ഉപദേശിക്കുകയും ചെയ്യുന്നു. തേജോമൂർത്തെ, ഞങ്ങളുടെ അവിദ്യയെയും കർമ്മവാസനയെയും നശിപ്പിച്ച് അഭയം തരേണമേ. വിശ്വത്തിനെല്ലാം മംഗളം ഭവിക്കണമേ. ദുഷ്ടൻ പ്രശാന്തനാകട്ടെ. പ്രാണികൾ അന്യോന്യം മംഗളമാശംസിക്കട്ടെ. എല്ലാവരുടെയും മനസ്സ് നിർമ്മലമാകട്ടെ. ഞങ്ങൾ നിരാപേക്ഷരായി നിന്തിരുവടിയെ ഭജിക്കുമാറാകട്ടെ. ഞങ്ങൾക്ക് ഗൃഹകളപുത്രാദികളിൽ സംഘമുണ്ടാകരുത്. ഭഗവത് ഭക്തന്മാരിൽ മാത്രം സംഘം ഭവിക്കാൻ അനുഗ്രഹിക്കുമാറാകുന്നു. തൽഫലമായി ഇന്ദ്രിയജയവും ശരീരധാരണത്തിന് വേണ്ടത്ര മാത്രം ശ്രദ്ധയും ഉണ്ടാകട്ടെ. ഭക്തസംഘം കൊണ്ട് ഭഗവാന്റെ പുണ്യകീർത്തിയെ കേൾക്കാനും മനോബലങ്ങൾ നശിക്കാനും സംഗതി വരും. നിഷ്കാമ ഭക്തിയിൽ സകല സൽഗുണങ്ങളും താനെ പ്രകാശിക്കുന്നു. മത്സ്യത്തിന് ജലം എപ്രകാരം ജീവാധാരമാകുന്നുവോ അതുപോലെ സംസാരതപ്തരായവർക്ക് നിന്തിരുവടി മാത്രമാണ് പരമാശ്രയം. സർവദയസ്ഥാനമായ ശ്രീ നരസിംഹപാദത്തെ ഞങ്ങൾ ശരണം പ്രാപിക്കുന്നു. കേതുമാല വർഷത്തിൽ ലക്ഷ്മി ദേവി ഭഗവാനെ കാമസ്വരൂപത്തിൽ ഇപ്രകാരം ആരാധിക്കുന്നു. ഋഷികേശ, ലോകത്തെ സ്ത്രീകൾ അന്യപുരുഷനെ ഭർത്താവായി ലഭിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് നിന്തിരുവടിയെ ആരാധിക്കുന്നു. അസ്വതന്ത്രരായ മനുഷ്യരെ പതികളായി കിട്ടാൻ ആഗ്രഹിക്കുന്ന അവർ മൂഢകൾ തന്നെ. സർവപ്രകാരത്തിലും അഭയപ്രദൻ നിന്തിരുവടി മാത്രമാണെന്ന് യാതൊരു അപേക്ഷയും കൂടാതെ തൃപ്പാദങ്ങളെ ഭജിക്കുന്നവർക്ക് എല്ലാ ഭാഗ്യങ്ങളും സ്വയം വന്നു ചേരുന്നു. ഫലേച്ഛയോടുകൂടി ഭജിക്കുന്നവർക്ക് ആ ഫലം മാത്രമേ ലഭിക്കുന്നുള്ളൂ. അത് നശിക്കുമ്പോൾ അവർ പരിതപിക്കുന്നു. ജീവികൾ സമ്പത്തിനെ കാംക്ഷിച്ച് എന്നെ ഭജിക്കുന്നു. നിന്തിരുവടിയെ ഭജിക്കുന്നവരെ മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ എന്ന് അവരറിയുന്നില്ല. എൻ്റെ ഹൃദയം നിന്തിരുവടിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഭക്തവത്സനായ അവിടുത്തെ കരപങ്കജം എൻ്റെ ശിരസിൽ വെച്ച് അനുഗ്രഹിക്കണമെന്ന് മാത്രമാണ് എൻ്റെ പ്രാർത്ഥന. രമ്യക വർഷത്തിൽ വൈവതസ്വതുമനു മത്സ്യസ്വരൂപനായ ഭഗവാനെ ഇപ്രകാരം സ്തുതിക്കുന്നു. ഹേ മത്സ്യമൂർത്തെ, നിന്തിരുവടി സ്വത്വം, പ്രാണം, ഓജസ്, സഹസ, ബലം ഇവയുടെ സ്വരൂപമാണ്. സർവ അന്തർയാമിയായ നിന്തിരുവടി ഈ ലോകത്തെ പാവയെപ്പോലെ കളിപ്പിക്കുന്നു. ഒരു ജീവനും സ്വതന്ത്രനല്ല. അതിനാൽ ശരണം പ്രാപിച്ച എന്നെ കാത്തുരക്ഷിച്ച് അവിടത്തേക്ക് നമസ്കാരം. ഹിരൺമയ വർഷത്തിൽ ആര്യമാവ് കൂർമ്മസ്വരൂപനായ ഭഗവാനെ ആരാധിച്ചുകൊണ്ട് ഇപ്രകാരം സ്തുതിക്കുന്നു. ഹേ കൂർമ്മമൂർത്തെ, നിന്തിരുവടി സർവവ്യാപിയും സർവധാരണും കാലാതീതനുമാണ്. ഈ കാണുന്ന സർവപ്രപഞ്ചവും അവിടുന്നേതു തന്നെ. അന്യമായി യാതൊന്നുമില്ല. എന്നാൽ അവിടുന്ന് പ്രപഞ്ചത്തിനോട് സംബന്ധിക്കുന്നുമില്ല. ഇപ്രകാരം സംഖ്യാശാസ്ത്ര പ്രതിപാദ്യനായ നിന്തിരുവടിക്ക് നമസ്കാരം. ഉത്തരഗുരു വർഷത്തിൽ ഭൂമിദേവി യജ്ഞവരാഹമൂർത്തിയെ സേവിച്ചുകൊണ്ട് ഇപ്രകാരം സ്തുതിക്കുന്നു. ഹേ ഭഗവാൻ, അവിടുന്ന് യജ്ഞസ്വരൂപനാണ്. യാഗങ്ങളും യാഗദ്രവ്യങ്ങളും അവിടുത്തെ അവയവങ്ങളാണ്. ജീവന്മാർ അവരവരുടെ വാസനയ്ക്കനുസരിച്ച് നിന്തിരുവടിയെ പല പ്രകാരത്തിൽ ഉപാസിക്കുന്നു. ചില യോഗികൾ മനസ്സിനെ അന്തർയാമിയാക്കി വിചാരയോഗത്തിൽ അവിടത്തെ കാണുന്നു. ചില വിവേകികൾ ഭക്തിയോഗത്താൽ സേവിച്ച് നിന്തിരുവടിയെ പ്രാപിക്കുന്നു. എന്നെ പാതാളത്തിൽ താഴ്ത്തിയ ആതിഥേയനായ ഹിരണ്യാക്ഷനെ വധിച്ച് കാരുണ്യപൂർവ്വം പുനരുദ്ധരിച്ച ഹേ സർവസമർത്ഥ, നമസ്കാരം. ഇതുപോലെയുള്ള ഭാഗവത കഥകൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. നന്ദി, നമസ്കാരം.